നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് യുഎസ് പ്രസിഡന്റ് തുറന്നടിച്ചു. അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നു, എന്നാൽ ഞങ്ങൾ അവർക്കൊപ്പം ഇല്ലെന്ന് ട്രംപ് ചൊവ്വാഴ്ച CNBCയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 25% ഒതുക്കി. പക്ഷേ അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൊണ്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് ഗണ്യമായി ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ യുദ്ധത്തിന് ഇന്ധനം നൽകുകയാണ്, ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ച 25% താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി. ഇന്ത്യയും റഷ്യയും ക്ഷയിച്ച സാമ്പത്തിക ശക്തികളാണെന്ന് പറഞ്ഞ ട്രംപ് റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ ഈ ആഴ്ച വീണ്ടും രംഗത്തെത്തുകയായിരുന്നു. തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് ഇങ്ങനെ കുറിച്ചു: ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും വലിയ ലാഭത്തിന് വിപണിയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. റഷ്യൻ യുദ്ധം കാരണം ഉക്രൈനിൽ എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല. അതുകൊണ്ട് ഇന്ത്യ യുഎസിന് നൽകുന്ന താരിഫ് ഞാൻ ഗണ്യമായി വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ന്യൂഡൽഹിയെയും മോസ്കോയെയും നിർജീവ സമ്പദ് വ്യവസ്ഥകളെന്ന് വിളിച്ചതിന് ശേഷം ട്രംപ് തന്റെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 25% താരിഫ് ചുമത്തിയതിന് ഇന്ത്യ രൂക്ഷമായാണ് പ്രതികരിച്ചത്. യുഎസും യൂറോപ്യൻ യൂണിയനും ഉക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയുമായി വ്യാപാരം തുടരുമ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് നീതികേടാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യൻ കയറ്റുമതിക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസിഡർ നിക്കി ഹാലി രൂക്ഷ വിമർശനം നടത്തി. നിർണായക സമയത്ത് അത്തരമൊരു നീക്കം US ഇന്ത്യ ബന്ധത്തെ വഷളാക്കുമെന്ന് ഹാലി മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ ആഗോള സ്വാധീനത്തെ ചെറുക്കാൻ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത വിവരിച്ചുകൊണ്ട് ട്രംപിന്റെ വ്യാപാര നയത്തിലെ പ്രകടമായ അസമത്വം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിക്കി ഹാലി തന്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചു. റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള ട്രംപിന്റെ ഇരട്ടത്താപ്പും അവർ ചൂണ്ടിക്കാണിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് US പ്രസിഡന്റ് ഇന്ത്യയെ നിർബന്ധിക്കുന്നുവെന്നും മറുവശത്ത് റഷ്യയുടെയും ഇറാന്റെയും എണ്ണ വാങ്ങുന്നവരിൽ 1ാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് 90 ദിവസത്തെ താരിഫ് താൽക്കാലികമായി നിർത്തലാക്കുന്നുവെന്നും അവർ വിശദീകരിച്ചു. ചൈനയ്ക്ക് അനുമതി നൽകാനും ശക്തമായ സഖ്യകക്ഷിയായ ഇന്ത്യയുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനും ട്രംപിനെ അവർ വിമർശിച്ചു. ഇന്ത്യ പോലുള്ള സഖ്യകക്ഷികളുടെ മേൽ നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തിയതിനും മോസ്കോയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ അവരെ നിർബന്ധിക്കാൻ ശ്രമിച്ചതിനും ഇന്ന് രാവിലെ റഷ്യ ട്രംപിനെ വിമർശിച്ചു. സ്വന്തം വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ന്യായീകരിച്ചുകൊണ്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു: വാസ്തവത്തിൽ ഭീഷണികളായി നിരവധി പ്രസ്താവനകൾ ഞങ്ങൾ കേൾക്കുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നു. അത്തരം പ്രസ്താവനകൾ നിയമപരമാണെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതിനിടെ ചൊവ്വാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കില്ലെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡാ ഡിസിൽവ പറഞ്ഞു. ട്രംപ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു. തീരുവ ചുമത്തിയ ദിവസത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ഏറ്റവും ഖേദകരമായ ദിവസമാണെന്നും ലൂല പരാമർശിച്ചു. പകരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മറ്റ് ലോക നേതാക്കളുമായി സംസാരിക്കുമെന്ന് ലൂല പറഞ്ഞു. ഞാൻ ഷീ ജിൻപിങ്ങിനെ വിളിക്കും, പ്രധാനമന്ത്രി മോദിയെ വിളിക്കും. പുടിൻ ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല. പക്ഷേ ഞാൻ പല പ്രസിഡന്റുമാരെയും വിളിക്കും, ലൂല പറഞ്ഞു. അമേരിക്ക ബ്രസീലിനു മേൽ 40% അധിക തീരുവ ചുമത്തി. ഇതോടെ ബ്രസീലിയൻ ഇറക്കുമതിയുടെ ആകെ താരിഫ് തുക 50%. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഗുരുതരമായ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ബ്രസീൽ ലോക വ്യാപാര സംഘടന WTO ഉൾപ്പെടെ ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുമെന്നും ലൂല പറഞ്ഞു. വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കാൻ ലൂലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്ത ബ്രസീൽ ധനമന്ത്രി ഫെർണാൻഡോ ഹദ്ദാദ് അത്തരമൊരു തീരുമാനത്തെ സ്വീകരിക്കാൻ ലൂല തയ്യാറാകുമെന്നും പറഞ്ഞു. എന്നാൽ ട്രംപുമായി സംഭാഷണം ആരംഭിക്കുന്നത് താനായിരിക്കില്ലെന്ന് ലൂല വ്യക്തമാക്കി. വ്യാപാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സംഘർഷങ്ങൾ നിലനിൽക്കുന്നത്. അട്ടിമറി, ഗൂഢാലോചന ആരോപിച്ച് വിചാരണയ്ക്ക് മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച ബ്രസീൽ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അമേരിക്ക അടുത്തിടെ അപലപിച്ചിരുന്നു. ഈ നേതാക്കൾ ബ്രിക്സ് സഖ്യത്തിലെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. US-ൽ നിന്ന് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. US താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ബ്രിക്സ് നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ 10% അധിക തീരുവ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം റഷ്യയുടെ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിന് ഇന്ത്യ അമേരിക്ക സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി ഓരോ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഡാറ്റകൾ കാണിക്കുന്നു.
ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ റഷ്യയിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതി വാർഷികാടിസ്ഥാനത്തിൽ 23% വർദ്ധിച്ച് $2.1 ബില്യൺ ആയി. പലേഡിയം 37%, യുറേനിയം 28%, വളങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയിലുണ്ടായ കുത്തനെയുള്ള വർധനവാണ് ഇതിന് കാരണം. അതിനിടെ ഇന്നലെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാന് അമേരിക്ക നൽകിയ മുൻകാല പിന്തുണയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ വിമർശിച്ചു. ദിസ് ഡേ ദാറ്റ് ഇയർ ബിൽഡപ്പ് ഓഫ് വാർ 05 ഓഗസ്റ്റ് 1971 നോ ഫാക്സ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ 1954 മുതൽ പാകിസ്ഥാന് $2 ബില്യൺ ആയുധങ്ങൾ US എങ്ങനെ വിതരണം ചെയ്തു എന്ന് കാണിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുത്തനെ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് CNBCക്ക് നൽകിയ അഭിമുഖം സാമ്പത്തിക ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നിർദ്ദിഷ്ട നീക്കം. ന്യൂഡൽഹി യുദ്ധയന്ത്രത്തിന് അതായത് റഷ്യയ്ക്ക് ഇന്ധനം നൽകുകയാണെന്ന് ട്രംപ് പ്രസ്താവിച്ചു. മറുവശത്ത് ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ നയത്തെ സ്ഥിരമായി പ്രതിരോധിച്ചു. എണ്ണ ഇറക്കുമതി ദേശീയ താൽപര്യത്തെയും താങ്ങാനാവുന്ന വിലയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വാദിച്ചു. US-ഉം യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി സ്വന്തം വ്യാപാര ഊർജ്ജ ബന്ധം നിലനിർത്തുന്നത് തുടരുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അതിനിടെ റഷ്യൻ പ്രദേശത്തിന് സമീപം ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ശേഷം ഒരു കൂട്ടം ആണവ മിസൈലുകൾ ഇല്ലാതാക്കുന്നതിനായി കൊണ്ടുവന്ന ശീതയുദ്ധകാലത്തെ ഒരു നാഴികക്കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടി ഇനി പാലിക്കില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. അമേരിക്കയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് മറുപടിയായാണ് റഷ്യയുടെ ശക്തമായ നീക്കം. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് ഭീഷണിയായി കരുതുന്ന പ്രദേശങ്ങളിൽ 2 US ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിനു ശേഷം 1987 US പ്രസിഡന്റ് റൊണാൾഡ് റീഗനും സോവിയറ്റ് നേതാവ് മിഖായിൽ ഗോർബച്ചേവും ഒപ്പുവെച്ച INF ഉടമ്പടി 500 മുതൽ 5500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഭൂതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ വികസനം, പരീക്ഷണം, വിന്യാസം എന്നിവ നിരോധിച്ചു. ഈ ഉടമ്പടി 2600-ലധികം സോവിയറ്റ് US മിസൈലുകൾ നശിപ്പിക്കുന്നതിലേക്കും നയിച്ചു. ഇത് ആണവ നിരായുധീകരണത്തിലും യൂറോപ്പിലെ ആണവ സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിലും നിർണായകമായ ഒരു ചുവടുവെപ്പായി അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ റഷ്യയുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി 2019 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ കരാറിൽ നിന്ന് പിൻവലിച്ചതോടെ ഉടമ്പടിയുടെ തകർച്ച ആരംഭിച്ചു. ആ സമയത്ത് റഷ്യ അത്തരം മിസൈലുകൾ വിന്യസിക്കുന്നതിൽ സ്വയം ഏർപ്പെടുത്തിയ മൊറട്ടോറിയം നിലനിർത്തി. അമേരിക്കയും അങ്ങനെ ചെയ്യരുതെന്ന നിബന്ധനയോടെ. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.